ഹലോ ഗൈസ്, ആദ്യമായിട്ടാണ് ഞാനൊരു സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കണ്ട് കിളി പാറിയ സീരീസ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സ്ക്വിഡ് ഗെയിം ഒക്കെ ആൾക്കാർ തലയിൽ കയറ്റി കൊണ്ടാടുകയാണ്. പക്ഷെ ആലിസ് ഇൻ ബോർഡർലാൻഡ് കണ്ടാൽ സ്ക്വിഡ് ഗെയിമിന്റെ കാര്യം തന്നെ ആൾക്കാർ മറക്കും. അത്രയ്ക്കും സൂപ്പറാണ്. ഒരു അൺറേറ്റഡ് ജെം എന്ന് വേണമെങ്കിലും പറയാം. ഓരോ എപ്പിസോഡും പിടിച്ചു നിർത്തുന്ന കിഡിലൻ സീരീസ് ആണ്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഇവനാണ് നമ്മുടെ കഥയിലെ ഹീറോ അരിസു. നല്ല ടോപ്പ് ഗെയിമറാണ്, ഭയങ്കര ടാലന്റ് ആണ്. ആള് കളിക്കാത്ത ഗെയിമില്ല. എന്നാൽ അവന്റെ മെയിൻ പ്രശ്നം അവന്റെ ഫാമിലിയാണ്. അവന്റെ മേലെ സ്നേഹം കാണിക്കുക പോലുമില്ല. ഏതു നേരവും ഗെയിം കളിച്ച് റൂമിൽ ഇരിക്കുന്നതിന് പുച്ഛിച്ചുകൊണ്ടിരിക്കും. പോരാത്തതിന് ബ്രദർ വരെ വന്ന് എന്റെ ചിലവിൽ കഴിയാൻ നിനക്ക് നാണമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ദേഷ്യം വിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു. ഫാമിലിയിൽ നിന്ന് അവൻക്ക് സ്നേഹം കിട്ടിയില്ലെങ്കിലും ചങ്കായിട്ട് രണ്ട് കൂട്ടുകാരുണ്ട്. ഒരുത്തന്റെ പേരാണ് കെരൂബെ. അവൻ ജോലി ചെയ്യുന്ന ബാറിൽ ബോസിന്റെ വൈഫിനെ തന്നെ ടൂൺ ചെയ്യാൻ നോക്കി. ബോസിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടു. പിന്നെ ഇവന്റെ പേരാണ് ചോട്ട. നല്ല പാവപ്പെട്ട വീട്ടിലെ പയ്യനാണ്. അവന്റെ ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യുന്ന ഒരുത്തൻ. അമ്മയ്ക്കാണെങ്കിൽ അവനെ വേണ്ട, അവന്റെ പണം മതി. മൂന്ന് പേർക്കും ഓരോ പ്രശ്നങ്ങളാണ്. ആകെ കിട്ടുന്ന സമാധാനം അവരുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് വന്ന്, അതായത് അവിടെ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല, അത്ര ജനമാണ്. അതിനുള്ളിൽ ചോട്ട പറയുന്നുണ്ട്, ഇവിടെ പെട്ടെന്ന് ഒരു സോംബി അറ്റാക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. എന്നാൽ ഇത് കേട്ട അരിസ് പറയുന്നത് അതിലാകെ സർവേ ചെയ്യാൻ പോകുന്നത് കരൂബ ആയിരിക്കും. അവന്റെ ഒറ്റ പഞ്ചിൽ തന്നെ സോംബി പടമാവും. എന്നാൽ കരൂബ പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്ത് ഗെയിം ആണെങ്കിലും അരിസ് മാത്രമായിരിക്കും സർവൈവ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അവരും കഷ്ടങ്ങളെല്ലാം മറന്ന് സന്തോഷത്തോടെ ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരും ട്രാഫിക്കിന്റെ കാര്യം തന്നെ മറന്നു. ആ ടൈമിൽ ചോട്ട നല്ല പട്ടാപകലിൽ തന്നെ ആകാശത്ത് നിന്ന് നല്ല ഫയർ വർക്ക്സ് കണ്ടു. അത് നോക്കിക്കൊണ്ടിരിക്കുന്ന അവർ അറിയാതെ സീബ്ര ക്രോസിൽ പെട്ടുപോയി. ഒരു സ്വിഫ്റ്റ് കാറിന്റെ പിന്നിൽ മറ്റൊരു കാർ വന്നിടിച്ചു. ഇത് കണ്ട പോലീസ് അവരുടെ പിന്നാലെ തന്നെ ഓടി വന്നു. അവർ ഒരു ടോയ്ലറ്റിൽ ഓടിപ്പോയി ഒളിച്ചു. കുറെ നേരം അതിനകത്ത് ഇരുന്നു. പെട്ടെന്ന് അവിടെ പവർ എല്ലാം കട്ടായി. കൂടാതെ മൊബൈലും വർക്ക് ആവുന്നില്ല. എന്താ പറ്റിയതെന്ന് പേടിച്ച് പുറത്തു വന്ന് നോക്കുമ്പോൾ നല്ല ഇരുട്ടാണ്. അത് മാത്രമല്ല നല്ല തിരക്കുണ്ടായിരുന്ന ആ സ്ഥലം ഇപ്പൊ ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണാനില്ല. അവരും പേടിച്ച് മൂന്ന് പേരും സ്പ്ലിറ്റ് ആയി. അവർ ജോലി ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ പോയി നോക്കി. ആരെയും കാണാൻ കൂടിയില്ല. എന്താ നടക്കുന്നതെന്ന് പോലും അവർക്കറിയില്ല. അങ്ങനെ രാത്രിയായി. എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബിൽഡിങ്ങിൽ വലിയൊരു സ്ക്രീൻ അപ്പിയർ ആയി. കുറച്ചു നേരത്തിനുള്ളിൽ ഒരു ഗെയിം സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. ഗെയിമിലേക്ക് പോകുന്ന ഡയറക്ഷൻ ഇതാണ് എന്ന് പറഞ്ഞ് ഒരു ആരോ കാണിക്കാൻ തുടങ്ങി. ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു ചുവപ്പ് വെളിച്ചം ഒക്കെ കാണുന്നുണ്ട്. അവരത് ഫോളോ ചെയ്ത് പോയി നോക്കുമ്പോൾ ഒരു ബിൽഡിങ്ങിൽ മാത്രം നല്ല വെളിച്ചത്തോടെ സുന്ദരമായി നിൽക്കുന്നുണ്ട്. അതിലും ഗെയിം ബിൽഡിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അതിനകത്തേക്ക് പോകാൻ നോക്കി. അപ്പൊ അതിന്റെ അകത്തേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഒരു BMW 523D എന്നൊരു കാർ അവിടെ നിൽപ്പുണ്ട്. അരിസ് അത് നോക്കിക്കൊണ്ടാണ് അകത്തേക്ക് പോകുന്നത്. അതൊന്ന് നോക്കി വെച്ചോളെ, അതിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ അവർ പേടിച്ച് അതിന്റെ അകത്തേക്ക് പോകുമ്പോൾ ഒരു ലേസർ ലൈറ്റും കടന്നു പോകുന്നുണ്ട്. അത് അവർ കണ്ടിട്ട് പോലുമില്ല. അത് ബ്ലൂ കളറിലായിരുന്നു. ഓരോരുത്തരും ക്രോസ് ചെയ്യുന്നതിനനുസരിച്ച് അത് റെഡ് കളർ ആവാൻ തുടങ്ങി. അകത്ത് പോയി നോക്കുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ സെൽഫോൺ ഉണ്ട്. അത് എടുത്ത ഉടനെ ഫേസ് റെക്കഗ്നേഷൻ ഓൺ ആയി. പ്ലേസ് റെഡിയാണ്. 2 മിനിറ്റിനുള്ളിൽ ഗെയിം സ്റ്റാർട്ട് ആവും എന്ന് പറഞ്ഞു. ആ ഫോണിൽ മാത്രം എങ്ങനെ ചാർജ് ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ സിഗ്നൽ മാത്രമില്ല. അതിലൊരു 4 ഓപ്ഷൻ മാത്രമാണ് ഉള്ളത്. ഇവരിത് എന്ത് ഗെയിമാണ് എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് പെട്ടെന്ന് ഒരു പെൺകുട്ടി വന്നു. അവളെ കണ്ടത് ഇവർക്ക് സമാധാനമായി. ഹാവോ, മനുഷ്യരൊക്കെ ജീവനോടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. അവള് നേരെ വന്ന് നമ്മുടെ ചോട്ടയുടെ ID കാർഡ് എടുത്ത് ആ ലേസറിന്റെ അടുത്തേക്ക് എറിഞ്ഞു. ആ ID കാർഡ് ലേസർ ലൈറ്റ് കടന്ന് പുറത്തു പോയതും അതിലേക്ക് ഒരു ലേസർ വന്ന് പെട്ടെന്ന് അടിച്ചു. അത് ഉരുകിപ്പോയി. ആ ലേസർ ലൈറ്റ് ഒരു ബൗണ്ടറിയാണ്. അത് കടന്ന് പുറത്തു പോയാൽ നിങ്ങളുടെ അവസ്ഥയും ഇതായിരിക്കുമെന്ന് അവൾ പറഞ്ഞു. ഇവളൊരു ഉഡായിപ്പ് പെണ്ണാണ്. ഞാൻ എന്തിനാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചു നേരം കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ബോർഡർ ലൈനും കടന്നാണ് നിങ്ങൾ ഇതിനകത്തേക്ക് വന്നത്. ഇനി ഈ ഗെയിം കളിക്കാതെ പുറത്തു പോകാൻ പറ്റില്ല. പിന്നെ ഗെയിമിൽ തോറ്റാലും നിങ്ങൾ ചാവും എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഇവരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പെണ്ണ് ആളുകളൊക്കെ ജീവനോടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടി വന്നു. അവർ ആ ബൗണ്ടറി ക്രോസ് ആക്കാതെ അവളോട് അവിടെ നിൽക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾ പെട്ടെന്ന് ഓടി വന്നതിൽ ആ ലേസർ ഓൺ ആയി. അവളും ആ ഗെയിമിൽ ഇന്നായി. അവൾ നേരെ വന്നൊരു ഫോൺ എടുത്തു. എന്നാൽ അതിലും 2 മിനിറ്റിൽ ഗെയിം സ്റ്റാർട്ട് ആവും എന്ന് ടൈമർ ഓൺ ആയി. അതിൽ 0 ആയതും ഷീട്ട് കെട്ടിൽ കുറെ കാർഡ് ഉണ്ടാവില്ലേ, അതിൽ 3s ഓഫ് ക്ലബ് ആണ് കിട്ടിയത്. അതായത് ഈ ഗെയിമിന്റെ ഡിഫിക്കൽട്ടി ലെവല്. പിന്നെ ഈ ഗെയിമിന്റെ പേരാണ് ഡെഡ് ഡോർ അലൈവ്. ഒരു റൂമിൽ 2 ഡോർ ഉണ്ടാവും. അതിൽ ശരിയായ ഡോർ കണ്ടുപിടിച്ച് അതിലൂടെ എസ്കേപ്പ് ആവണം. ഇനി ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഡോർ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇവർ സ്പോട്ടിൽ ഡെഡ് ആവും. ഇപ്പൊ ടൈം സ്റ്റാർട്ടായി. ആകെ 2 മിനിറ്റ് മാത്രമാണ് ഉള്ളത്. അവരൊരു ലിഫ്റ്റിന്റെ അകത്ത് പോയി കയറി. അതിലൂടെ നേരെ ഒരു റൂമിന്റെ അകത്തേക്ക് പോയി. ആ റൂമിലെത്തിയത് 2 ഡോർ ഉണ്ട്. ഒന്നിൽ ഡൈ എന്നും ഒന്നിൽ അലൈവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ഏതാണ് കറക്റ്റ് ഡോർ എന്ന് കണ്ടുപിടിക്കാതെ ആകെ കൺഫ്യൂഷൻ ആയി. എന്നാൽ ചോട്ട ഇത് നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവന്റെ മൊബൈൽ എടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആ ഉടായിപ്പ് പെണ്ണ് എന്ന് പറഞ്ഞില്ലേനെ, അവൾ പറയുന്നത് പെട്ടെന്ന് ടൈം ആവുന്നുണ്ട്, പെട്ടെന്ന് ഡോർ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവൾ ഏത് ഡോറും തുറക്കാൻ തയ്യാറല്ല. ഇവരോട് കളിക്കൂ എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏത് ഡോറാ ചൂസ് ചെയ്യുക എന്ന് ചോദിച്ചു. അവളും
പെട്ടെന്ന് ലീവ് ചൂസ് ചെയ്തോ, അതിൽ ജീവിക്കാം എന്ന് എഴുതി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും നീ പോയി ഓപ്പൺ ചെയ്യ്, നീ ഞങ്ങളെ എന്തിനാ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവൾക്കും കഴിഞ്ഞ ഗെയിമിന്റെ എക്സ്പീരിയൻസ് വെച്ച് ഇവിടെ എന്തോ കാര്യമായിട്ട് നടക്കാൻ പോകുന്നുണ്ടെന്ന് അവൾക്കറിയാം. അവർ തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫ്ലോറിൽ നിന്ന് പുക വരാൻ തുടങ്ങി. അപ്പൊ ആ കൂട്ടത്തിൽ ലാസ്റ്റ് ആയി വന്ന ഒരു പേടിത്തൊണ്ടത്തി ഒരു പെണ്ണിലായിരുന്നു. എനിക്ക് ശ്വാസം കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞ് ലീവ് എന്ന ഡോർ പോയി ഓപ്പൺ ചെയ്തു. അകത്തേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചതും ആകാശത്ത് നിന്നൊരു ലേസർ ലൈറ്റ് തലമണ്ട വഴി ഓട്ടയാക്കി പോയി. നിൽക്കുന്ന നിപ്പിൽ സ്പോട്ടിൽ മരിച്ചുപോയി. ഇത് കണ്ട എല്ലാവർക്കും മരണത്തിന്റെ പേടി തോന്നി. ഷോക്കായി ഇങ്ങനെ നെട്ടി നിൽക്കുകയാണ്. എന്താ ഇവിടെ സംഭവിച്ചത്? ടൈമും പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ആ പെണ്ണും അപ്പൊ ഈ ഡോറ് തെറ്റായ ഡോറാണ്, അപ്പൊ മറ്റേ ഡോറ് ഡൈ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഡോറ് ശരിയായ ഡോറ് എന്ന് പറഞ്ഞ് അതും തുറന്ന് അകത്തേക്ക് പോയി. അതോടെ അവർ നിന്നിരുന്ന റൂമിൽ പെട്ടെന്ന് തീ കത്താൻ തുടങ്ങി. അപ്പോഴാണ് അവർക്ക് ആ ഗെയിമിന്റെ സീരിയസ്നെസ് തന്നെ മനസ്സിലാവുന്നത്. അവർ ഓപ്പൺ ചെയ്ത് വന്ന ആ ഡോറിലൂടെ വേറൊരു റൂമിലേക്ക് എത്തി. ഏത് റൂമിൽ പോയാലും ആ ഡോറുകൾ രണ്ടും അവിടെ തന്നെ ഉണ്ട്. ഓരോ റൂമിന്റെ അകത്തേക്ക് കയറുന്നതിനനുസരിച്ച് 2 മിനിറ്റിൽ നിന്ന് 10 സെക്കൻഡ് ടൈം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും ഔടായ്പ പെണ്ണ് വന്ന് നിങ്ങൾ പോകൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആ കൂട്ടത്തിലുള്ള എല്ലാവരും ആ പെണ്ണിന് സംഭവിച്ച കാഴ്ച കണ്ട് ഡോർ തുറക്കാൻ തന്നെ പേടിച്ചിരിക്കുകയാണ്. അപ്പൊ കരൂപ നമ്മുടെ ഹീറോയുടെ അടുത്ത് വന്ന് ഈ ഗെയിം ജയിക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ, നീ ഒരു ഗെയിമറാണ്, നീ എത്ര ടഫ് ആയിട്ടുള്ള പസിൽ ഗെയിംസോ എന്ത് ഈസി ആയിട്ടാണ് ജയിക്കാറ്, അതുപോലെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നീ എന്താ എന്നെ മോട്ടറാക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് അവന്റെ നേരെ ചെന്നു. ഇത് കേട്ടതും കരൂപെ അവനെ താര നോക്കി ഒരു കുത്തണ്ട് കൊടുത്തു. ആ ഇടി കൊണ്ടത് അരീസ് നിലത്ത് വീണു. അതോടെ അവന്റെ കിളികളൊക്കെ പോയി. അവന് പെട്ടെന്ന് ഒരു ബുദ്ധി കിട്ടി. ഇനി ആകെ 10 സെക്കൻഡ് മാത്രമാണുള്ളത്. പെട്ടെന്ന് ഹീറോ ഇതാണ് കറക്റ്റ് ഡോർ എന്ന് പറഞ്ഞ് ഓടിച്ചെന്നു. നിനക്കതെങ്ങനെ മനസ്സിലായി? എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് ഡോർ ഓപ്പൺ ചെയ്ത് അകത്ത് ചെന്നു. നോക്കുമ്പോൾ അവൻക്ക് ഒന്നും പറ്റിയില്ല. അപ്പോഴാണ് ഹീറോ ഇത് എങ്ങനെയാണ് കറക്റ്റ് ഡോർ എന്ന് കണ്ടുപിടിച്ചത് എന്ന് കാണിക്കുന്നത്. പുറത്ത് അവർ വരുമ്പോൾ ഒരു BMW കാർ കാണിച്ചിരുന്നില്ലേ, അതിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4 മീറ്ററും 94 സെന്റിമീറ്റേഴ്സും ഉണ്ട്. പിന്നെ ഈ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് വരുമ്പോൾ ലിഫ്റ്റിന്റെ അടുത്ത് തന്നെ ഈ ബിൽഡിങ്ങിന്റെ മാപ്പും കണ്ടിരുന്നു. അതൊരു സ്ക്വയർ ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാറിന്റെ ലെങ്ത്, ഈ റൂമിന്റെ ലെങ്ത് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് എഴുതാൻ തരൂ എന്ന് പറഞ്ഞു. അവരും പെട്ടെന്ന് ഒരു പേപ്പറും പെന്നും കൊടുത്തു. അവന് പെട്ടെന്ന് അതിലൊരു സ്ക്വയർ വരച്ചു. ഇതിനകത്ത് എത്ര റൂമുകളുണ്ട്. ആദ്യത്തെ റൂമിൽ തന്നെ ആ പെണ്ണ് ഡോർ ഓപ്പൺ ചെയ്തതും മരിച്ചുപോയി. സോ തൊട്ടടുത്തുള്ള റൂം ആ റൂമല്ല. രണ്ടാമത്തെ റൂമിൽ നിന്നും നമ്മൾ കറക്റ്റായി രക്ഷപ്പെട്ട് ഈ റൂമിലേക്ക് എത്തി. സോ രണ്ടാമത്തെ റൂമിൽ നമ്മൾ ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ടില്ല, അതാണ് ഡൈ റൂം. സോ ഇത് അതിന്റെ തൊട്ടടുത്തുള്ള റൂമല്ല. ഇതാണ് ഈ ഗെയിമിന്റെ ട്രിക്ക് എന്ന് ഹീറോ അവന്റെ ബ്രില്യൻസ് തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തു. ആ ഫോർമുല യൂസ് ചെയ്ത് അവർ ഓരോ റൂമിൽ നിന്ന് എസ്കേപ്പ് ആയി പുറത്തു വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർ അവസാന റൂമിലെത്തി. എന്നാൽ അവിടെയാണ് ഒരു ഭയങ്കര ട്വിസ്റ്റ് ഉള്ളത്. ഇവർ കാൽക്കുലേറ്റ് ചെയ്ത പോലെ ആ റൂമിന്റെ അറ്റത്ത് ഒരു ഡോർ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ അവിടെ വെറും ചുവര് മാത്രമാണ് ഉള്ളത്. ആ ഡോറിലൂടെ വേണം ആ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് പോകാൻ. ആദ്യത്തെ പെണ്ണ് റൂമിൽ കയറിയത് മരിച്ചില്ലായിരുന്നു. ആ റൂമിന്റെ ഭാഗത്താണ് ഇപ്പോൾ ഒരു ഡോർ ഉള്ളത്. ആ ഡോറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഡൈ എന്ന ഡോറാണ്. എന്നാൽ അതൊരു ഡെഡ് എൻഡ് ആണ്. അതിലൂടെ പുറത്തേക്ക് വഴിയില്ല. എന്നാൽ ആ പെണ്ണ് മരിച്ച റൂമിൽ കയറിയാൽ വീണ്ടും മരിക്കുമോ എന്ന് അവർക്ക് ഭയങ്കര ഡൗട്ട് ആകാൻ തുടങ്ങി. എന്ത് ചെയ്യും? ടൈം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് ഹീറോക്ക് ഒരു സ്പാർക്ക് കിട്ടി. ആദ്യത്തെ റൂമിലേക്ക് വരുമ്പോൾ ഇവന്റെ ഫ്രണ്ട് ചോട്ട ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നില്ലേ, അത് അവനോട് കാണിച്ചു തരാൻ പറഞ്ഞു. ഇപ്പൊ ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ആദ്യത്തെ പെണ്ണ് മരിച്ച വീഡിയോ അവൻ കറക്റ്റായി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പെണ്ണ് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡോർ ഉണ്ടായിരുന്നത് പോലുമില്ല, വെറും ചുവര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് ആ റൂമിനും ഇപ്പൊ ഇവർ നിൽക്കുന്ന റൂമിന്റെ നടുവിലായിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇതാണ് കറക്റ്റ് വഴി എന്ന് പറഞ്ഞ് അവർ ലീവ് എന്ന ഡോർ പോയി ഓപ്പൺ ചെയ്ത് അതിലൂടെ രക്ഷപ്പെട്ടു. ആ റൂമിലും പെട്ടെന്ന് കത്താൻ തുടങ്ങി. എന്നാൽ അവസാനമായി പുറത്തു വന്ന ചോട്ടുവിന്റെ കാലിന് തീ പിടിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അവർ പുറത്തു വന്നു. ഇതിനൊക്കെ കാരണം ഹീറോ ആണെന്ന് പറഞ്ഞ് ആ ഉടായ്പ പെണ്ണ് അവനോട് താങ്ക്സ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറച്ചു നേരത്തിന് സമാധാനത്തിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ ബിൽഡിംഗ് നിന്ന് കത്താൻ തുടങ്ങി. അവർ അതിന്റെ പുറത്ത് വന്ന് നോക്കുമ്പോൾ ആ ഗെയിമിൽ വിൻ ചെയ്ത ഒരു റിവാർഡ് പോലെ അവർക്ക് 3 ഓഫ് ക്ലബിന്റെ ഒരു കാർഡ് കിട്ടി. അതുവഴി അവർക്ക് 4 പേർക്ക് 3 ദിവസത്തിന് വിസ നീട്ടി കിട്ടി. ഇതെന്തുകൊണ്ടാണ് വിസ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരു വയസ്സായ അയാൾ വന്നു. അയാളെ കണ്ടാൽ തന്നെ മനസ്സിലാകും അയാൾ കുറെ ഗെയിമുകൾ കളിച്ചിട്ടുണ്ടെന്ന്. ഇതിനു മേലെ എനിക്ക് ഇനി ഗെയിം കളിക്കാൻ വയ്യ, എന്റെ വിസ തീരാൻ ഇനി 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ കറക്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞതും പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു ലേസർ വന്ന് അവരെ തല വഴി ഓട്ടയായി. ആദ്യത്തെ പെണ്ണ് സ്പോട്ടിൽ മരിച്ച പോലെ തന്നെ ഇയാൾ സ്പോട്ടിൽ മരിച്ചു വീണു. ഇപ്പൊ വിസ കാലാവധി ഉണ്ടെങ്കിൽ ജീവനോടെ ഇരിക്കാൻ പറ്റുമോ എന്ന് അവർക്ക് കറക്റ്റായി മനസ്സിലായി. അങ്ങനെ തന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ ആ ലോകത്ത് തന്നെ മഴ പെയ്യുന്നത് പോലെ ലേസർ ലൈറ്റ് പല സ്ഥലങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഓരോ സെക്കൻഡിലും ആരൊക്കെയോ വിസ ഇല്ലാതെ മരിച്ചു പോകുന്നുണ്ട്. ഓരോ ഗെയിമേഴ്സും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു പെണ്ണ് ഇതെല്ലാം ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൾ ആരായിരിക്കും? കാരണം അടുത്ത എപ്പിസോഡിൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോക്കായി വെയിറ്റ് ചെയ്യൂ.